ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ നമ്മൾ വന്നിട്ടുള്ള വർക്കിൻ്റെ മെറ്റീരിയൽസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വർക്ക് എന്താണെന്നുണ്ടാവില്ലേ? ഇന്നത്തെ വർക്ക് നമ്മളുടെ ഈ ഒരു വേസ്റ്റ് ക്ലോത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വേസ്റ്റ് ക്ലോത്ത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഹെയർ ബോൾ ഡിസൈൻ ചെയ്തെടുക്കുന്നതെന്നാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവരും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. ഏകദേശ ഭാഗങ്ങൾ, കട്ടിങ് ഭാഗങ്ങളൊക്കെ ഞാൻ സ്പീഡാക്കിയിട്ടിട്ടുണ്ട്. കാരണം എല്ലാം കൂടി ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞാൽ കാണുന്ന നിങ്ങൾക്കും ബോറായിരിക്കും, പറയുന്ന എനിക്കും ഇത്തിരി പാടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഭാഗം സ്പീഡാക്കിയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം എത്രയാണ് ഇതിൻ്റെ ലെങ്ത്ത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, കറക്റ്റ് ലെങ്ത്തോ കാര്യങ്ങളോ ഒന്നും ഞാൻ മെഷർമെൻറ്റ് ചെയ്തിട്ടില്ല. നിങ്ങളാണ് അത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ എത്രത്തോളം വേണം. നിങ്ങളിതിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കണേ എത്രത്തോളം നീളമുണ്ട് ഈ ഒരു ക്ലോത്തിന് എന്നുള്ളത്. ഓക്കെ, ഞാനത് സത്യത്തിൽ പറയാമെന്നുണ്ടെങ്കിൽ വോയിസ് കൊടുക്കുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് കേട്ടോ. കാരണം അത് ടാപ്പ് വെച്ചൊന്ന് അളന്നാൽ മതിയായിരുന്നു, പക്ഷേ ഞാനത് ചെയ്തില്ല കേട്ടോ, മറന്നു പോയതാണ്, സോറിയാ. അപ്പം നിങ്ങൾ ഒരുപാട് ആളുകൾ ലൈക്ക് ചെയ്യാതെ വീഡിയോസ് കാണുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. നമുക്ക് കമൻറ്റ് തന്നെ വന്നിട്ടുണ്ട്, വീഡിയോസ് കാണുന്ന രീതിയിൽ അങ്ങനെ അത് പോകും, എന്നതിന് ശേഷം ലാസ്റ്റിലോട്ട് എത്തിയിട്ട് ലൈക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു, പിന്നെ മറന്നു പോവാന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളോട് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, വീഡിയോ കണ്ടുകൊണ്ട് ഇരിക്കുന്ന ഇടയിൽ തന്നെ ആ ലൈക്കിൻ്റെ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഇടത് സൈഡിലായിട്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യാം കേട്ടോ. ലൈക്കിൻ്റെ ഒരു ചിഹ്നം കാണുന്നുണ്ട്, സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ കാണുന്നുണ്ട്, ബെല്ലൈക്കണും കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്നുണ്ടാവില്ലേ, ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മളുടെ ഹെയർ ബോ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ വീതിയാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ആ ഒരു ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചോക്കോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ പെൻസിലുണ്ടാവുമല്ലോ സ്ലേറ്റിൽ എഴുതണേ, അത് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ. കാരണം അത് രണ്ടും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാനത് മാർക്ക് ചെയ്ത് കാണിക്കാഞ്ഞത് കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മൾ ആ ഒരു ഭാഗത്ത് കൂടെയാണ് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആ ഒരു ഹെയർ ബോ വെച്ചത് നിങ്ങൾ കണ്ടില്ലേ, ആ ഹെയർ ബോൻ്റെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ ഒരു സൈഡിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്, ഇനി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഈ സ്റ്റിച്ചിങ്ങും ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല, അവിടെ നിന്ന് തൊട്ട് ആ അറ്റം വരെ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോണത് അടുത്തതും നമ്മൾ അതുപോലെ ചെയ്യാണ് കേട്ടോ. അപ്പം നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക, എന്നിട്ട് ഏകദേശം അതിൻ്റെ വീതി എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് നോക്കുക, എന്നിട്ട് അതും കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങൾ ആ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കിയ പാടന്നെ നിങ്ങൾ പെൻസിലോ ചോക്കോ എന്തെങ്കിലും വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്ന് ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാവും, അവർക്കിത് നമ്മളുടെ മെഷീൻ വെച്ചിട്ട് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ എന്നെപ്പോലെ മെഷീൻ ഇല്ലാത്ത ആളുകൾക്ക് ഇതുപോലെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ സ്റ്റിച്ചിങ്ങിലൂടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, മെഷീനില്ലാതെ നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലത്തെ ഡാർക്ക് ക്ലോത്തുകളാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് കളർ നൂലുകൾ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാതെ ശ്രദ്ധിക്കണം. ഞാൻ ഇതിലോട്ട് ബ്ലാക്ക് ആണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്തിരി പാടായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്കത് കാണുന്നില്ല, അത് ഏത് ഭാഗത്താണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത്. പക്ഷേ എങ്കിലും കൂടിയിട്ട് അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടിലോട്ട് വരുമ്പോൾ നമുക്ക് എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇതുപോലെ നമ്മൾ ഞൊറിയായിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, വളരെ സിമ്പിളായിട്ട്. ഇത് ഒരുപാടായിട്ടോ എൻ്റെ കയ്യിൽ ഈ ഒരു ക്ലോത്ത് കിട്ടിയിട്ട്. അപ്പോൾ ഇത് ഈ ഒരു ഇരുത്തം ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഒരു ഭാഗത്ത്. അപ്പോൾ ഇത് വെച്ച് എന്ത് ചെയ്യും, ചെയ്തിട്ട് കാര്യമില്ലല്ലോ, ചെയ്യാത്ത എന്തെങ്കിലും ഐറ്റംസ് ചെയ്താലല്ലേ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇത് ഏത് രീതിയിലായിരുന്നു ഈ ഒരു ക്ലോത്തിൻ്റെ ഷേപ്പ് എന്ന് എല്ലാം നിങ്ങൾക്കറിയാം, ഫസ്റ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ ഇതുപോലെ വേസ്റ്റായി കിടക്കുന്ന ക്ലോത്തുകൾ വെച്ചിട്ട് നമുക്ക് ഒരു വരുമാനം എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം കേട്ടോ. കാരണം ഒരുപാട് ആളുകൾ ഇതുപോലത്തെ ക്ലോത്തുകളൊക്കെ വെച്ചിട്ട് വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യുന്നവരാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം ക്യാഷ് കൊടുത്ത് വാങ്ങി ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് വീട്ടിലിരുന്ന് നമ്മളുടേതായിട്ടുള്ള കാഴ്ചപ്പാട് നമുക്ക് ഇതുപോലെ വീഡിയോസ്, നമ്മളുടെ വീഡിയോ തന്നെ നിങ്ങൾ കാണുന്നില്ല, വേറെ ഒരുപാട് ആളുകൾ ഇത് ചെയ്യുന്നവരുണ്ടാവും. പക്ഷേ അവരുടെ വീഡിയോ കണ്ടിട്ടായാലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ വീഡിയോ കാണുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ചെയ്യുന്ന ഓരോ വർക്കുകളും നിങ്ങൾ അതേ സെയിം മെത്തേഡ് തന്നെ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു രീതി ചെയ്തപ്പോൾ തന്നെ ഇതിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അത് മൊത്തത്തിലൊന്ന് കവറാക്കി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ചില ഭാഗം
കുറച്ച് വീതി ഉണ്ടോ എന്നൊക്കെ ഒരു തോന്നലുണ്ട് എനിക്ക് തോന്നുന്നതാണോ എന്നറിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മെഷീന് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് അളവ് നമ്മൾ ഒന്നാമത് അളവ് മെഷർമെൻറ്റ് ചെയ്തില്ല. കാരണം നമ്മൾ ചോക്ക് വെച്ചൊക്കെ കറക്റ്റായിട്ട് നമ്മളുടെ സ്കെയിൽ വെച്ചിട്ട് ചോക്ക് വെച്ചിട്ടൊക്കെ നമ്മൾ അത് അളവ് കറക്റ്റാക്കി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരില്ല കേട്ടോ. ഒരേ അളവ് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ അതിൻ്റെ എൻഡിലോട്ട് വന്നപ്പോൾ ഞാനത് ഒരു സൈഡ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക, അപ്പോൾ ഒരു സൈഡ് ഊരി പോവട്ടെ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ആലിഗേറ്റർ ക്ലിപ്പ് അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത നൂലുകളുണ്ടാവും. ഞാൻ പൊട്ടിപ്പോയപ്പോൾ നൂലൊക്കെ ഇട്ട് കൊടുത്തിരുന്നു, അപ്പോൾ പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾ കറക്റ്റായിട്ട് അപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുത്തത് മേൽഭാഗം നിങ്ങൾ ഏത് ഭാഗത്താണ് സ്റ്റിച്ച് ചെയ്തെടുത്തത്, ഇപ്പോൾ ഈ കാണുന്ന ഒരു ഭാഗത്താണ് നിങ്ങൾ സ്റ്റിച്ചിങ് ചെയ്തെടുത്തിട്ടുള്ളതെങ്കിൽ അത് താഴോട്ടാക്കിയിട്ട് വേണം നമ്മൾ അതിലോട്ട് ഹെയർ ബോ ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇതിന് ശേഷം നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ, ആ ഒരു സെയിം മെത്തേഡ് ചെയ്യാം കേട്ടോ. ഇനി ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഇതുപോലെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നമ്മളുടെ എൻഡ് ടേപ്പ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക ലാസ്റ്റ് ഫൈനലിലോട്ട് വരുമ്പോൾ കേട്ടോ. എൻ്റെ കയ്യിൽ എൻഡ് ടേപ്പ് ഇല്ല, എൻ്റെ ബീഡ്സാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അതൊരിക്കലും ഇതിന് യൂസ് ആക്കാൻ കഴിയില്ല ഈ ഒരു ഡിസൈനിന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മെത്തേഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്നെപ്പോലെ തന്നെ നിങ്ങൾ കയ്യിൽ എൻഡ് ടൈപ്പ് ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ടൈപ്പിൽ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ കണ്ടില്ലേ അത് എങ്ങനെയാണ് നമ്മൾ ഇതാക്കിയിട്ടുള്ളത്. നല്ല രീതിക്ക് തന്നെ ഉള്ളിലോട്ടായിട്ട് നമ്മൾ മടക്കി കൊടുക്കുക. എന്നതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ സ്റ്റിച്ചിങ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഭാഗം ഒന്നും കൂടി കറക്റ്റായിട്ട് നിങ്ങൾ കാണിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഞാനിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്, അവിടെ ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു രീതിയിൽ ഒരു വീതി കൂടിയ മാതിരി തോന്നിയിട്ടുണ്ട്. കാരണം അവിടുന്ന് സ്റ്റിച്ചിങ് മാറ്റം വന്നിട്ടുണ്ട്, അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ലൈന് കറക്റ്റ് ആക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്തെടുക്കാൻ കേട്ടോ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ വീഡിയോസിൽ കാണുന്നുണ്ടല്ലോ, ഇതേ ഒരു സെയിം മെത്തേഡിൽ എൻ്റെ ഭാഗം ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. എന്നതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോണത്, നമ്മൾ നല്ല രീതിക്ക് ആ ഒരു ഭാഗം കറക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമ്മൾ അതിൻ്റെ ഒരു ഫൈനലിലോട്ട് വരുമ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഉള്ളിലോട്ട് എന്താ പറയുക മടക്കി കൊടുത്ത ഭാഗങ്ങളുണ്ടല്ലോ, അത് നല്ല രീതിക്ക് തന്നെ എല്ലാം കൂടി ഒന്ന് കൂട്ടി പിടിച്ചതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും നമുക്ക് മെഷീൻ വെച്ച് ചെയ്യാൻ കഴിയില്ല കേട്ടോ. ഇതെല്ലാം നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ചെയ്യണം. ഓക്കെ, നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ചെയ്തത്. എന്നതിന് ശേഷം നമ്മൾ ഇതുപോലെ നല്ലോണം നല്ല രീതിക്ക് തന്നെ ഒന്ന് ചുരുട്ടി കൊടുക്കുക. ചുരുട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ ആ അറ്റവും അതേ സെയിം തന്നെ ചെയ്യേണ്ടതാണ് കേട്ടോ. ഇത് ഉള്ളിലോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഞാൻ ആലിഗേറ്റർ ക്ലിപ്പ് വെച്ചിട്ടുള്ളത്. അതുപോലെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റ് വെച്ച് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെയും നിങ്ങൾ ഇത് ഉള്ളിലോട്ട് ഇട്ടുകൊണ്ടിരിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു ലൈസിൻ്റെ അറ്റം വന്നിരിക്കുന്നത് ഒരു എന്താ പറയുക സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു എംബ്രോയ്ഡറീസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാഗത്തിൽ കട്ടിയായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ അവിടെ കട്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഓൾറെഡി ഈ ഒരു മെറ്റീരിയൽസ് സീക്വൻസും അതുപോലെ എംബ്രോയ്ഡറീസും കൂടിയുള്ള ഒരു മെറ്റീരിയൽസാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ആ ഒരു സൈഡും നമ്മൾ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇതുപോലെ ഒരു ത്രെഡ് അതിലോട്ട് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ത്രെഡ് ചുറ്റുക എന്ന് പറയുമ്പോൾ നമ്മളുടെ ഗിയർ വയർ എടുത്താലും മതി കേട്ടോ. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഗിയർ വയറിന് പറഞ്ഞ് വിട്ടിട്ട് അതിന് പകരം കിട്ടിയിട്ടുള്ള ഒരു ത്രെഡായിരുന്നു ഇത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെയ്യുന്ന ആ ചുറ്റിയതിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് എടുക്കുക. കാരണം അതൊരു സെൻറ്ററിലോട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്യണം. മറ്റേത് ഒരു സൈഡിലോട്ടായിട്ട് പോകും. അപ്പോൾ അതില്ലാതിരിക്കാനാണ് ആ ചുറ്റിയതിൻ്റെ സെൻറ്ററിലൂടെ ആയിട്ട് നമ്മൾ ആ ഒരു ഗിയർ വയർ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഭാഗം ഞാൻ സ്പീഡാക്കിയിട്ടുണ്ട്, കാരണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കണം. എല്ലാം ഞാൻ പറഞ്ഞില്ലേ, എല്ലാം കൂടി ഇതിൽ ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ ഇത്തിരി പാടാണ് കേട്ടോ. നിങ്ങൾക്ക് ഒത്തിരി ലെങ്ത്താവും, പിന്നെ അപ്ലോഡ് ആക്കണ എനിക്കും ബുദ്ധിമുട്ടാണ്, കാരണം അപ്ലോഡാക്കി കഴിഞ്ഞ് കിട്ടൂല. ഓക്കെ, അപ്പോൾ അത് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ലൈനായിട്ട് നമ്മൾ ബീഡ്സ് കോർത്തെടുക്കുക. എന്നതിന് ശേഷം അതിൻ്റെ മറ്റേ സൈഡിലും ഇതുപോലെ ചുറ്റി കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ക്ലോത്ത് ഇങ്ങനെ വെറുതെ ഇരുന്ന് മുക്കിലിരുന്ന് എന്താ പറയുക വേസ്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ നടക്കുമോ? ഈ ഒരു വേസ്റ്റ് ക്ലോത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കാൻ കഴിയില്ല ഇതുപോലെയൊക്കെ ഉണ്ടാക്കി ചെയ്താൽ.
അപ്പം നിങ്ങളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഒരുപാട് ആളുകളുണ്ട്, ടൈലറിങ് അറിയുന്ന ആളുകൾ, വലിയ രീതിക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അവർ ഇതുപോലത്തെ ക്ലോത്തുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ആ ഒരു വരുമാനത്തിൻ്റെ ഇടയിൽ കൂടായിട്ട് ഇതുപോലെ ഒരു വരുമാനം കൂടി നിങ്ങൾ എക്സ്ട്രാ ഇൻകം കണ്ടെത്താൻ നോക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ചുറ്റി കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെ ജസ്റ്റ് ഒന്ന് എന്താ പറയുക പുറത്തേക്കായിട്ട് കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ അതില്ലാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത് ലാസ്റ്റ് ഫൈനലിലോട്ട് എൻ്റെ ടേപ്പ് ഒട്ടിക്കാൻ പറഞ്ഞത്. നിങ്ങൾ സെയിൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ടേപ്പ് ഒട്ടിക്കാൻ നോക്കുക കേട്ടോ. ഞാൻ ഈ ഒരു സംഭവമാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ നിങ്ങളിലേക്ക് കാണിക്കാമെന്ന് മാത്രമാണ് ഈ ഒരു മോഡൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. സെയിലിങ്ങിൻ്റെ ടൈം ആകുമ്പോൾ അതിനനുസരിച്ച് എൻ്റെ ടേപ്പ് വെച്ച് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇനി സെയിൽ ഇതുപോലെ വേസ്റ്റ് ക്ലോത്ത് വെച്ചിട്ട് ആദ്യം ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെക്കൊണ്ട് പറ്റും എന്ന് നിങ്ങൾക്ക് തോന്നുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സെയിൽ ചെയ്തോളൂ കേട്ടോ. നമ്മൾ വെറുതെ മടിച്ചിരുന്ന് നമ്മളെ കാര്യത്തിൽ നമ്മൾ എന്തിനു മടി വിചാരിക്കണം. അപ്പോൾ അതൊരിക്കലും വേണ്ട. നിങ്ങൾ കണ്ടില്ലേ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ കാണാം.